യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നേത ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവം മുമ്പാകെ നമുക്ക് ഉള്ള ചില ഉത്തരവാദിത്തങ്ങളെ പറ്റിയത്രേ. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 9:1-2 എന്നീ വാക്യങ്ങൾ. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. ലൂക്കോസ് 9:10-17 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി. അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പകൽ കഴിയാറായപ്പോൾ 12 അടുത്തു വന്നു അവനോട്, ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുപ്പിൻ എന്ന് പറഞ്ഞതിന്, 5 അപ്പവും 2 മീനും അല്ലാതെ അധികം ഞങ്ങളുടെ പക്കൽ ഇല്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളേണമോ എന്നവർ പറഞ്ഞു. ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. നമ്മെ എല്ലാവരെയും ദൈവം പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ നാം വന്ന് ജനിച്ചിരിക്കുന്നത് വെറുതെ അങ്ങ് ജീവിച്ച് ആഹാരം കഴിച്ചു, ഉറങ്ങി, ജോലി ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നിട്ട് ഈ ലോകത്ത് നിന്ന് വെറുതെ അങ്ങ് പോകുവാനല്ല. നമ്മെ എല്ലാവരെയും ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവവേല എന്ന് വെച്ചാൽ എപ്പോഴും മൈക്രോഫോണിൻ്റെ പിന്നിൽ നിന്ന് പ്രസംഗിക്കുക എന്നത് മാത്രമല്ല. നമുക്കെല്ലാവർക്കും അനേക ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ദൈവവേലയിൽ ആയിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും പല സ്ഥാനങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ആക്കിയിരിക്കുന്നു. നാം ഒരു സാധാരണ ജോലിക്കാരനായിരിക്കാം, ഒരു അധ്യാപകനായിരിക്കാം, ഒരു വക്കീലായിരിക്കാം, ഡോക്ടറായിരിക്കാം, ഒരു എൻജിനീയർ ആയിരിക്കാം, ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കാം, ഒരു വിദ്യാർത്ഥിയായിരിക്കാം, വെറും ഒരു വീട്ടമ്മയായിരിക്കാം. ഓരോരുത്തർക്കും ദൈവം പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നാം വിശ്വസ്തരാണോ? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നാം വിശ്വസ്തരാണോ? മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ ശ്രേഷ്ഠകരമായ ഒരു ഉത്തരവാദിത്തമത്രേ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നത്. അവരെ ദൈവഭയത്തിലും അച്ചടക്കത്തിലും നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുന്നത് മാതാപിതാക്കളുടെ ചുമതലയത്രേ. അതിന് മാതാപിതാക്കൾ മാതൃകാപരമായ ഒരു ജീവിതം അവരുടെ മുന്നിൽ നയിക്കേണ്ടതുണ്ട്. അവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലും ഒക്കെ ഭേദമാണ് അവരുടെ മുമ്പിൽ നല്ല ഒരു ജീവിതം ജീവിച്ചു കാണിക്കുക എന്നത്. നാം ഒരു ഡോക്ടറാണെങ്കിൽ, ഒരു നേഴ്സാണെങ്കിൽ, നമ്മളുടെ കീഴിൽ വരുന്ന രോഗികൾക്ക് നല്ല ശുശ്രൂഷ ചെയ്യുവാൻ
അവരോട് ദയവായി പെരുമാറുവാൻ, നമ്മെക്കൊണ്ട് കഴിയുന്ന അത്രമാത്രം അവരെ സഹായിക്കുവാൻ ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. ഒരു അധ്യാപകനോ അധ്യാപികയോ ആണെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ, അവരെ മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് ആ കുഞ്ഞുങ്ങളെ നയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നാം വിശ്വസ്തരായി ചെയ്യുന്നുണ്ടോ? ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ഞാൻ ഒരിക്കൽ ഒരു ടെലിവിഷൻ ഷോ കാണുവാനിടയായി. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചേക്കാം. അണ്ടർ കവർ ബോസ്. ചില വലിയ കമ്പനികളുടെ ഉടമസ്ഥന്മാർ വേഷം മാറി തൻ്റെ തൊഴിലാളികളോടൊപ്പം പോയി ജോലി ചെയ്യുന്നത്. അതിന് ഉദ്ദേശം എന്തെന്നറിയാമോ? തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ വിശ്വസ്തത മനസ്സിലാക്കുവാൻ വേണ്ടി. വളരെ രസകരമായൊരു ഷോയാണത്. ഈ ഉടമസ്ഥർ പല രീതിയിൽ വേഷം മാറും. അവരുടെ മുടിക്ക് കളർ ചേഞ്ച് ചെയ്തും മുടി വെട്ടുന്നതിൻ്റെ രീതി മാറ്റും. അവരെ കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ അവർ വേഷം മാറും. തൊഴിലാളികളിൽ ഒരാളായി അവർ അഭിനയിക്കും. തന്നോടൊപ്പമുള്ള ആളുകൾ എങ്ങനെ ജോലി ചെയ്യുന്നുവെന്നും ആരൊക്കെ വിശ്വസ്തരാണെന്നും ആരൊക്കെ വിശ്വസ്തരല്ലെന്നും ഒക്കെ മനസ്സിലാക്കാനാണ് ഇത് ചെയ്യുന്നത്. ഈ ഉടമസ്ഥന്മാർ എന്നും വേഷം മാറി തൻ്റെ കീഴിലുള്ള ജോലിക്കാരോടൊപ്പം ജോലി ചെയ്യും ചില ദിവസങ്ങളിലേക്ക്. അപ്പോഴേക്കും അദ്ദേഹം മനസ്സിലാക്കി കഴിയും ആ കമ്പനിയിൽ ആരാണ് ഏറ്റവും വിശ്വസ്തരായി ജോലി ചെയ്യുന്നതെന്ന്, ആരാണ് ഏറ്റവും വലിയ ഉഴപ്പൻ ആണെന്ന്. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ പഴയ വേഷത്തിലേക്ക് മാറി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. താൻ വിശ്വസ്തരായ വേലക്കാരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു ദിവസമുണ്ട്. അത് നമുക്ക് കാണുവാൻ വളരെ സന്തോഷകരമായ ഒരു രംഗമായിരിക്കും. പല വ്യക്തികളും വന്ന് അവരുടെ ജീവിതം ഒക്കെ അദ്ദേഹത്തോട് പങ്കുവെക്കും. അപ്പോൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തും. ഞാൻ ഈ കമ്പനിയുടെ ഉടമസ്ഥനത്രേ. ഞാൻ നിങ്ങളെ വളരെ വിശ്വസ്തയായി കണ്ടു. നിങ്ങൾ ജോലി ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് ഞാൻ കാണുവാൻ ഇടയായി. അങ്ങനെ ആ ഉടമസ്ഥൻ അവർക്ക് വളരെ വലിയ പാരിതോഷികങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ജോലി ചെയ്യേണ്ട സമയത്ത് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയും തൻ്റെ കമ്പനിയോട് വിശ്വസ്തത കാണിക്കുകയും ചെയ്യാത്ത വ്യക്തികളെ അപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്നത് കാണാം. ഞാനത് കാണുമ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട്, ഇങ്ങനെയാണല്ലോ ദൈവം നമ്മെ നോക്കുന്നത്. ദൈവം നമ്മെ പല കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരാണോ? കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നു. നമ്മെ വേല ഏൽപ്പിച്ചവൻ്റെ മുൻപിൽ നാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അവൻ്റെ മുന്നിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൈവം ഉള്ളതുപോലെ കാണുന്നവനത്രേ. നാം വിശ്വസ്തരാണോ? നമ്മുടെ കൂട്ടുകാരോട് നാം എങ്ങനെ വർത്തിക്കുന്നു? നാം അവർക്ക് ഒരു പ്രോത്സാഹനമാണോ? നേരായ പാതയിൽ നടക്കുവാൻ നാം അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ? നാം വായിച്ച വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവർക്ക് ശക്തിയും അധികാരവും കൊടുക്കുന്നു. എന്തിന്? ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അധികാരം കൊടുത്തിരിക്കുന്നു.
ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും കർത്താവ് യേശുക്രിസ്തു അവരെ പറഞ്ഞയക്കുന്നതാണ് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ തിരികെ വന്ന് ഗുരുവിന് കണക്ക് കൊടുത്തു, തങ്ങൾ അന്ന് എന്തൊക്കെ ചെയ്തു എന്ന്. നമുക്ക് കാണാം, കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ബെത്സയിദ എന്ന സ്ഥലത്തേക്ക് പോകുന്നു. നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവ വേലക്കാരത്രേ. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രസംഗിക്കുന്നവർ മാത്രമാണ് ദൈവവേല ചെയ്യുന്നതെന്ന്. അല്ല, ഒരിക്കലുമല്ല. ദൈവജനം മുഴുവൻ ദൈവവേലയിൽ ആയിരിക്കുന്നു. പല രീതിയിൽ, പല തലങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ. നിങ്ങൾക്ക് തോന്നുമായിരിക്കും, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. എനിക്ക് പ്രസംഗിക്കുവാൻ ഇടമില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ വേദിയില്ല, എന്നെ ആരും പ്രസംഗിക്കാൻ വിളിക്കില്ല, ഞാൻ എവിടെ പോയി ദൈവവേല ചെയ്യണം? അവരോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ കയറി നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ലേ? നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ലേ? ദൈവത്തെ അറിയാത്ത അനേകർക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ സാധിക്കില്ലേ? ഇടിവിൽ നിന്ന് കരഞ്ഞ അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തെ അറിയാത്ത കൂട്ടുകാരുണ്ടോ? സഹപ്രവർത്തകരുണ്ടോ? നല്ല മാർഗത്തിൽ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തിജീവിതങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ? നിങ്ങൾക്ക് ആ വ്യക്തികൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? അതൊരു വലിയ ദൈവവേലയാണ്. പ്രതിഫലം തരുന്ന ദൈവം അത് കാണുവാനിടയാകും. അതിന് വലിയ പ്രതിഫലമുണ്ട്. ആരും നമ്മെ അറിയുന്നില്ലായിരിക്കാം. നാം പ്രാർത്ഥിക്കുന്നതിനെപ്പറ്റി ആർക്കും ഒരറിവുമില്ലായിരിക്കാം. നാം പ്രാർത്ഥിച്ചിട്ടാണ് മറ്റൊരു വ്യക്തി വിടുവിക്കപ്പെട്ടതെന്ന് ആരും അറിയില്ലായിരിക്കാം. എല്ലാം അറിയുന്ന ഒരു ദൈവം അത്രേ നമ്മെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും, ജീവനുള്ള സുബോധമുള്ള എല്ലാ വ്യക്തികൾക്കും ദൈവവേലയിൽ ആയിത്തീരുവാൻ സാധിക്കും. പകൽ കഴിഞ്ഞു, നേരം ഇരുട്ടുവാൻ തുടങ്ങി. ശിഷ്യന്മാർ വന്ന് കർത്താവ് യേശുക്രിസ്തുവിനോട് ഇപ്രകാരം പറയുന്നു, നമുക്ക് ചുറ്റുമുള്ള ഈ പുരുഷാരത്തെ പറഞ്ഞുവിട്, അവർ പോയി ആഹാരം കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? അവർക്ക് നിങ്ങൾ ആഹാരം കൊടുപ്പിൻ എന്ന്. അവരെ പറഞ്ഞയക്കാനല്ല പറഞ്ഞത്, അവർക്ക് നിങ്ങൾ ആഹാരം കൊടുപ്പിൻ എന്ന്. കർത്താവ് യേശുക്രിസ്തു അവരെ പറഞ്ഞയച്ചത് സകല അധികാരവും കൊടുത്താണ്. അപ്പോൾ അവർ പറയുന്നു, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല എന്ന്. അനേക പുരുഷാരം തടിച്ചുകൂടിയിരിക്കുന്നു. എങ്ങനെ 5 അപ്പവും 2 മീനും കൊണ്ട് അത്രയും ആളുകളുടെ വിശപ്പടങ്ങ്? അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തെപ്പറ്റി അവർ മനസ്സിലാക്കാതെയാണ് അത് സംസാരിക്കുന്നത്. ചോദിക്കുന്നത്, ഞങ്ങൾ പോയി ഇത്രയും പേർക്ക് ആഹാരം വാങ്ങണമോ? അങ്ങനെയാണോ നീ ഞങ്ങളോട് പറയുന്നത്? കർത്താവ് യേശുക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങൾ അവരെല്ലാം ഇരുത്തുവിൻ, ഭക്ഷണത്തിനിരുത്തുവിൻ. അതെന്തൊരു പ്രയാസകരമായ ഒരു സമയമായിരിക്കാം. ആകെ 5 അപ്പവും 2 മീനുമുണ്ട് കയ്യിൽ. ആയിരങ്ങളെ ഇതാ ആഹാരത്തിനായി ഇരുത്തുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ശിഷ്യന്മാർ കർത്താവിനെ അനുസരിക്കുന്നവരായിരുന്നു. അവർക്കറിയില്ല എങ്ങനെ ഭക്ഷണം വരുമെന്ന്. എന്നിട്ടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാക്ക് അവർ അനുസരിച്ചു. അവരെല്ലാവരെയും ഭക്ഷണത്തിനായി ഇരുത്തി. അവിടെ ആരെയും ചോദ്യം ചെയ്യുന്നില്ല, അവരെല്ലാം ഇരുത്തുന്നു. കർത്താവ് യേശുക്രിസ്തു ആ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി
ശിഷ്യന്മാരോട് എല്ലാവർക്കും കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അവരെല്ലാവർക്കും വിളമ്പി 12 കൊട്ട ശേഷിച്ചു. അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും ദൈവത്തെയാണ് നാം പിൻപറ്റുന്നത്. ആ 5 അപ്പവും 2 മീനും കൊണ്ട് അനേകരെ പോഷിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ഇപ്പോൾ ഇറക്കി വയ്ക്കുമോ? നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഒന്ന് ഇറക്കി വയ്ക്കാമോ? അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമത്രേ നമ്മളുടെ ദൈവം. നാം ക്ഷീണിച്ചു പോയോ? നിങ്ങൾക്ക് വിശ്രമമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വളരെ ബദ്ധപ്പാടിൽ ദൈവവേല ചെയ്യുന്നവരാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് അല്പസമയം ഇരിക്കാമോ? അവനോട് ഒരു അടുത്ത സ്നേഹബന്ധത്തിലായി ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുമോ? നിങ്ങൾ ആശ്വാസം പ്രാപിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് അത്രേ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. നമ്മളുടെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. നാം ദൈവത്തിൽ ആശ്രയിക്കുമോ? നമ്മുടെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാകുന്നു. അവൻ നമ്മെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നാം ഇരുന്ന് ദൈവകൃപ പ്രാപിക്കുമോ? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണമെങ്കിൽ നാം ദൈവകൃപ പ്രാപിച്ചേ മതിയാകൂ. യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് അവർക്ക് സകല അധികാരവും കൊടുത്താണ്. അതേ കർത്താവ് യേശുക്രിസ്തു അത്രേ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ദൗത്യം നിറവേറ്റുവാൻ ഉള്ള അധികാരവും കൃപയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എത്ര പേർക്കത് ഇന്ന് വിശ്വസിക്കുവാൻ സാധിക്കും? ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവകൃപ പ്രാപിക്കുമോ? ദൈവ ശബ്ദം കേൾക്കുമോ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലയേറിയ ഒരു സമ്മാനമത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് എന്നും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇമ്പസ്വരം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്നും കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടി അല്പസമയം ചിലവഴിച്ചാൽ നാം അവനുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ ആയിത്തീരുവാൻ സാധിക്കും. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ അത് നമ്മെ ധൈര്യപ്പെടുത്തും. നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും അത് പകർന്നു തരും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം, യേശുക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായി ഒരു ഉയർന്ന മലയിലേക്ക് പോയത്. അവിടെ വച്ച് അവൻ രൂപാന്തരപ്പെട്ടു. ഒരു വലിയ മേഘം അവരെ ചുറ്റുകയും മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയും ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. കർത്താവ് യേശുക്രിസ്തുവിന് ചെവി കൊടുക്കുന്നവർക്കത്രേ വിജയകരമായൊരു ജീവിതം പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം വെറുതെ ഇങ്ങനെ ജീവിച്ച് ആഹാരം കഴിച്ച് ജീവിച്ച് മരിക്കേണ്ടവരല്ല. നമ്മെ വിളിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മെ ഈ ലോകത്ത് ആക്കിയിരിക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മിൽ ആരെയും ദൈവം വെറുതെ കുറേ നാൾ ജീവിച്ചിട്ട് പോരട്ട് എന്ന് വെച്ച് ഇവിടെ ആക്കിയിട്ടില്ല. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരുന്നു. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യണമെങ്കിൽ, വിജയകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ നാം അവന് ചെവി കൊടുക്കുന്നവരായിരിക്കണം. നാം അവനെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മിക്ക ജനങ്ങൾക്കും അറിയാം യേശുക്രിസ്തു ആരെന്ന്. യേശുക്രിസ്തു ജോസഫിൻ്റെയും മറിയയുടെയും മകനായി ബേത്ലഹേമിൽ ജനിച്ചുവെന്നും പരിശുദ്ധാത്മാവിനാൽ ഉളവായെന്നും എല്ലാം ഇന്ന് ലോകത്തിൽ പലർക്കും അറിയാം.
യേശുക്രിസ്തു എന്നാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതെന്നും കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തെന്നും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്നും അവൻ രോഗികളെ സൗഖ്യമാക്കിയെന്നും മരിച്ചവരെ ഉയർപ്പിച്ചെന്നും വെള്ളത്തെ വീഞ്ഞാക്കിയെന്നും എല്ലാം ലോകത്തിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ കർത്താവുമായിട്ട് വ്യക്തിപരമായി ഒരു ബന്ധത്തിൽ വന്നില്ലെങ്കിൽ അവനെപ്പറ്റി എന്തറിഞ്ഞിട്ടും നമുക്ക് പ്രയോജനമില്ല. കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി നമുക്ക് പഠിക്കാം, നമുക്കതിൽ പോയി ഡോക്ടറേറ്റ് എടുക്കാം, എല്ലാം ചെയ്യാം. അവരുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ അടുപ്പമില്ല, വ്യക്തിപരമായി കർത്താവിനെ അറിയുന്നില്ല. അതുകൊണ്ട് ആ ജ്ഞാനത്തിന് ഒരു പ്രയോജനവുമില്ല. നാം കർത്താവ് യേശുക്രിസ്തുവിന് ചെവി കൊടുക്കുന്നവർ ആയിരിക്കണം. കർത്താവ് യേശുക്രിസ്തുവിനോട് സമയം ചെലവഴിക്കാത്തവർക്ക് ഒരിക്കലും അത് സാധിക്കുകയില്ല. വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാം, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകുമെന്ന്. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകുമെന്ന്. ആരാണ് ഭക്തന്മാർ? ദൈവവുമായി സമയം ചെലവഴിക്കുന്നവർ, ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ, ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നവർ, അവരത്രേ ദൈവഭക്തന്മാർ. തൻ്റെ ശബ്ദം കേട്ട് തൻ്റെ വഴിയിൽ നടക്കുന്നവരത്രേ ദൈവഭക്തന്മാർ. അങ്ങനെയുള്ളവർക്ക് യഹോവയുടെ സഖിത്വം ഉണ്ട്. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സുഹൃത്തെന്നാണ് അറിയപ്പെട്ടത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന വ്യക്തിയാണ്. അങ്ങനെ പല വ്യക്തികളെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് എന്നെയും നിങ്ങളെയും എന്ത് ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ? ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ട കൂട്ടായ്മ, പിതാവായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശിലൂടെ നമുക്ക് തിരികെ തന്നിരിക്കുന്നു. ഇന്ന് നാം അവൻ്റെ ആട്ടിൻ തൊഴുത്തിൽ ആയിരിക്കുന്നു. എന്നെ നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? നാം സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നെന്നോ ഒന്നും ഒരു വിഷയമല്ല എന്ന രീതിയിൽ ജീവിക്കുവാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നാം ലോകത്തിൻ്റെ ഉപ്പാകുന്നു. നാം ഇരുട്ടിൽ പ്രകാശമാകുന്നു. ഇരുട്ടിൽ തപ്പി തടയുന്നവർക്ക് ദൈവിക പ്രകാശം കാണിച്ചു കൊടുക്കുന്നവരത്രേ നാം. ഇന്ന് നാം വിശ്വസ്തരാണോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുന്നില്ലെങ്കിൽ, ഇന്ന് താഴ്മയോടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാമോ? അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലത്ത് ഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. ആ ദൈവിക സന്തോഷത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായേക്കാം. പലരും ചോദിക്കും, ഓ, ഈ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന്. അതെ, ഈ ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങളെയും ജയിച്ച ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ കരങ്ങളിൽ നമുക്ക് വിടുതലുണ്ട്. ഒരു ദൈവ പൈതൽ തൻ്റെ കഷ്ടതയിൽ ഒരിക്കലും പട്ടുപോകുകയില്ല. അവൻ ദൈവത്താൽ അതിൽ നിന്നെല്ലാം വിടുവിക്കപ്പെടും. പലപ്പോഴും ക്രിസ്ത്യ ജീവിതം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളതായേക്കാം. നാം ഒരു ഓട്ടക്കാരനെ നോക്ക്. മാരത്തോണിന് ഓടാൻ പോകുന്ന ഒരു വ്യക്തിയെ നമുക്ക് എടുക്കാം. എങ്ങനെയാണ് ആ വ്യക്തി ആ ഓട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്? ആദ്യമായി ഒരു വ്യക്തി കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ ആ
അദ്ദേഹത്തിൻ്റെ മസിൽസ് ഒക്കെ വേദനിക്കും. അപ്പോൾ തോന്നും, ഇനി 1 മിനിറ്റ് കൂടി എനിക്ക് ഓടുവാൻ സാധിക്കയില്ല എന്ന്. എന്നും അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് മുന്നേറും. അങ്ങനെ പല ദിവസത്തെ പ്രാക്ടീസ് കഴിയുമ്പോൾ അദ്ദേഹം ആ ഓട്ടത്തിന് തയ്യാറായി കഴിഞ്ഞു. താൻ എന്താണ് ആ ലക്ഷ്യസ്ഥാനത്തൊക്കെ ഓടിയെത്തുവാൻ അദ്ദേഹത്തെ അത് പ്രാപ്തരാക്കും. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തപ്പോൾ, അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോൾ അത്ര ഈസിയൊന്നുമല്ലായിരുന്നു. ദേഹമൊക്കെ വേദനിച്ചു കാണും. അതെല്ലാം വകവെക്കാതെ ആ വ്യക്തി അതിനുവേണ്ടി തയ്യാറെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിച്ചത്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നേക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നാം നമ്മുടെ ഓട്ടം ഓടുന്നവരാണ്. നാം ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ജീവിതയാത്രയിൽ കാറ്റും കോളും തിരമാലയും ഒക്കെ ഉണ്ടായേക്കാം. അവങ്കിലേക്ക് നോക്കിയവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, എന്നെ നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നാം ചെയ്യുന്നുണ്ടോ? ആ കമ്പനി ഉടമ പ്രതിഫലം കൊടുത്തതുപോലെ പ്രതിഫലത്തിൻ്റെ ഒരു ദിവസം നമുക്കും ഉണ്ട്. നിങ്ങൾ കർത്തൃകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ പല ഉദ്ദേശങ്ങളിൽ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ അവിടുന്ന് ശക്തനാക്കുന്ന ദൈവമാകയാൽ സ്തുതിക്കുന്നു. അവിടുന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് ശക്തിയും അധികാരവും കൊടുത്തതുപോലെ ഞങ്ങൾക്കും അത് ലഭിക്കുവാൻ അവിടെ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ നല്ല ദാസനെ എന്ന വിളി കേൾക്കുന്ന ദിവസത്തിനായി അവിടെ ഞങ്ങളെ ഒരുക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ ഞാൻ അവിടുത്തെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ വയ്ക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രശ്നത്തിലായിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. സ്വർഗീയ സന്തോഷം അവർ അനുഭവിക്കട്ടെ. സകല മാനവും മഹത്വത്തോടെ നടക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.